കൃഷ്ണൻകുട്ടി ചേട്ടൻ ഒരു കട തുടങ്ങി, ഒരു തുണിക്കടയ്ക്ക് നല്ലൊരു പേരും ഇട്ടു, കൃഷ്ണൻകുട്ടി സിൽക്സ്. ഒരു 5-6 മാസം നല്ല കച്ചവടമായിരുന്നു കൃഷ്ണൻകുട്ടി ചേട്ടന്. പക്ഷെ കുറച്ച് മാസങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോയപ്പോൾ കച്ചവടം അങ്ങ് പെട്ടെന്ന് കുറയാൻ തുടങ്ങി. അതിന്റെ കാരണം എന്ന് വെച്ചെങ്കിൽ നമ്മുടെ കൃഷ്ണൻകുട്ടി ചേട്ടന്റെ കടയുടെ മുമ്പിലായിട്ട് തന്നെ, ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെ നമ്മുടെ കല്യാൺ സിൽക്സുകാർ വലിയൊരു കട തുടങ്ങി. അങ്ങനെ ആൾക്കാരെല്ലാം വസ്ത്രങ്ങൾ വാങ്ങാനും പിന്നെ കല്യാൺ സിൽക്സിലേക്കായിരുന്നു പോകുന്നത്. നമ്മുടെ കൃഷ്ണൻകുട്ടി ചേട്ടനാണെങ്കിൽ വെറുതെ ഇങ്ങനെ ഈച്ച അടിച്ചിരിക്കുമായിരുന്നു. ഇത് കണ്ട കൃഷ്ണൻകുട്ടി ചേട്ടന്റെ മോള് കൃഷ്ണൻകുട്ടിയോട് പറഞ്ഞു, അച്ഛൻ നമുക്ക് നമ്മുടെ കടയുടെ പേര് മാറ്റാം, അതായിരിക്കും നല്ലതെന്ന്. അങ്ങനെ ആലോചിച്ച് അവരൊരു പേര് കണ്ടെത്തി. അടുത്ത ദിവസം തൊട്ട് ആ കടയുടെ പേര് കൃഷ്ണൻകുട്ടി സിൽക്സ് എന്നല്ലായിരുന്നു, ആ കടയുടെ പേര് സ്വപ്നങ്ങളിൽ എന്നായിരുന്നു. പിറ്റേ ദിവസം തൊട്ട് കൃഷ്ണൻകുട്ടി ചേട്ടന്റെ കടയിൽ അങ്ങ് ആൾക്കാരങ്ങ് തിരക്കോടെ വരുമായിരുന്നു കേട്ടോ. അത്രയും ആൾക്കാരായിരുന്നു വസ്ത്രങ്ങൾ വാങ്ങാൻ വരുന്നത്. ഈ സ്വപ്നങ്ങളിൽ എന്ന പേരിടാനുള്ള കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ കല്യാൺ സിൽക്സിന്റെ മുമ്പിൽ ഒരു ഫ്ലക്സ് വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ പൃഥ്വിരാജിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. ആ ഫോട്ടോയുടെ താഴെ എഴുതിയിട്ടുണ്ടായിരുന്നേ, ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. പിന്നെ കൃഷ്ണൻകുട്ടി ചേട്ടന്റെ കടയിലേക്ക് ആൾക്കാർ പോവാതിരിക്കുവോന്നേ? നിങ്ങൾ പറ.